നീണ്ട 27 വർഷങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന താരസംഘടനയുടെ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പങ്കെടുത്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൻ ചർച്ചയാവുകയാണ്. അതായത് 27 വർഷങ്ങൾക്ക് പിന്നാലെയാണ് അമ്മ ജനറൽ ബോഡി മീറ്റിംഗിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നത്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് കൂടി നടന്ന ജനറൽ ബോഡിയിലേക്ക് വോട്ടെടുപ്പ് തീരുന്നതിന് തൊട്ട് മുമ്പ് എത്തിയ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഉപഹാരം നൽകിയാണ് വേദിയിലേക്ക് മോഹൻലാൽ സുരേഷ് ഗോപിയെ വരവേറ്റത്. കേന്ദ്രമന്ത്രി പദവിയിലെത്തിയ സുരേഷ് ഗോപിയെ താരസംഘടന ആദരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പുതുക്കിയ അംഗത്വ കാർഡാണ് സമ്മാനിച്ചത്. ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 1997 സുരേഷ് ഗോപി അമ്മയിൽ നിന്നും അകന്നു നിൽക്കുന്നത്. വർഷങ്ങൾക്ക് പിന്നാലെ ഇടവേള ബാബുവിന്റെ ഇടപെടലിലൂടെ സംഘടനയിൽ ഇപ്പോൾ തിരിച്ചെത്തി. അതേസമയം അമ്മയിൽ നിന്ന് 1997 പടിയിറങ്ങേണ്ടി വന്നതിനെക്കുറിച്ചും സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി പറഞ്ഞതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. 2022 ഉണർവ് എന്ന പേരിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത്. അന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വൈറലായിരുന്നു. എന്നാൽ ജനറൽ ബോഡി മീറ്റിംഗിൽ താരം പങ്കെടുക്കുന്നത് 1/4 നൂറ്റാണ്ടിന് പിന്നാലെയാണ്. ചടങ്ങിൽ താരം നടത്തിയ മൂവി വേൾഡ് മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് വൈറലായത്. അമ്മയിൽ നിന്ന് 1997 പടിയിറങ്ങേണ്ടി വന്നതിനെക്കുറിച്ചടക്കം സുരേഷ് ഗോപി വാചാലനായി. താൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വാചാലതയ്ക്ക് ഇപ്പോൾ ചങ്ങല വീണിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചെന്ന് പെടുമ്പോൾ ഒരു ലോക്ക് അങ്ങ് വരും. 1997 ശേഷം എനിക്ക് ഈ വേദി കൈമോശം വന്നു. ഓരോ കഥാപാത്രത്തിലൂടെയും ഞാൻ വിരിഞ്ഞു വരികയായിരുന്നു. ഞാനെന്ന വ്യക്തിയെ മെനഞ്ഞെടുക്കുന്നതിൽ സിനിമ വഹിച്ച പങ്ക് വലുതാണ്. അതിൻ്റെ ആഴം അളക്കാവുന്നതല്ല. എൻ്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എതിർഭാഗത്ത് നിന്ന് തല്ലുവാങ്ങിയവർ, എനിക്ക് ശക്തി നൽകിയവർ, സോമേട്ടൻ, രാജംബി ദേവ, NF വർഗീസ്, നരേന്ദ്രപ്രസാദ്, ഒരുപാട് പേരോട് കടപ്പാടുണ്ട്. സിനിമയിലെ എൻ്റെ പോലീസ് കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്ന് പറയുന്നിടത്താണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ബലത്തിന് കാരണമായിട്ടുള്ളത്. വലിയൊരു എലമെൻ്റാണ് കാക്കി എന്നത്. ആ കാക്കിയെ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ആദരവോടെ ഓർക്കുകയാണ്. സിനിമയിൽ വന്ന കാലത്ത് സഹകരിക്കുകയല്ല, പെരുമാറാൻ നിന്ന് തന്ന സുഹൃത്തായിരുന്നു മോഹൻലാൽ. എനിക്ക് മുറിയുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ മിക്ക ദിവസവും അദ്ദേഹത്തിൻ്റെ മുറിയിലായിരുന്നു. അതിനുശേഷം അടുത്ത മമ്മൂക്കയാണെങ്കിലും വിജയരാഘവൻ, സിദ്ദിഖ് തുടങ്ങിയവരോടൊപ്പം ചെയ്ത സിനിമകളെല്ലാം ഇതാണ് എൻ്റെ കുടുംബം എന്ന തോന്നൽ നൽകിയിരുന്നു. എന്നെ ഞാനാക്കിയതിൽ അമ്മ, മാക്ട, ഫെക്ക എല്ലാവരുമുണ്ട്. വലിയ സ്ഫോടനങ്ങളെ ഏറുപടക്കത്തിൻ്റെ പോലും ശബ്ദത്തിൻ്റെ ഫലമുണ്ടാക്കാത്ത തരത്തിൽ അടിച്ചമർത്തി രസം പകർന്ന അമ്മയുടെ നാഥനായിരുന്നു ഇന്നസെൻ്റ്. അതുപോലെ ആർക്കെങ്കിലും ആകാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഈ സംഘടനയെ നയിക്കുന്ന ഓരോ ഭാരവാഹിക്കും ഉത്തമമായ ഒരു പാഠപുസ്തകമാണെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. 1994 മെയ് 31 തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഹാളിൽ രൂപം കൊണ്ടതാണ് താരസംഘടനയായ അമ്മ. ഷൂട്ടിംഗ് സെറ്റിൽ കുപ്പിവെള്ളം ചോദിച്ചപ്പോൾ നിർമ്മാതാവിൽ നിന്നുണ്ടായ മുറിവിൻ്റെ വേദനയിൽ നിന്നാണ് അമ്മ എന്ന ആശയത്തിൻ്റെ ഉദയം. തനിക്കുണ്ടായ അനുഭവം ഗണേഷ് കുമാറിനോടൊപ്പം മണിയമ്പിള്ള രാജുവിനോടൊപ്പം പങ്കുവച്ച സുരേഷ് ഗോപി അഭിനേതാക്കൾക്കായി കൂട്ടായ്മ വേണമെന്ന് ആവശ്യപ്പെട്ടു. 3 പേരും 10,000 രൂപ വീതം എടുത്ത് സ്വരുക്കൂട്ടിയ 30,000 രൂപയായിരുന്നു മൂലധനം. സുരേഷ് ഗോപി തന്നെ ആദ്യം അംഗത്വമെടുത്തു. ഗണേഷ് 2ാമനും രാജു 3ാമനുമായി. MG സോമൻ പ്രസിഡന്റും TP മാധവൻ സെക്രട്ടറിയും മമ്മൂട്ടി, മോഹൻലാലും വൈസ് പ്രസിഡന്റുമാരായ ആദ്യ ഭരണസമിതിയിൽ സംഘടനയ്ക്ക് കളമൊരുക്കിയ 3 പേരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി. 1997 സുരേഷ് ഗോപി വൈസ് പ്രസിഡന്റായി. പക്ഷേ അറേബ്യൻ ഡ്രീംസ് എന്ന താരനിശയുടെ പേരിലുണ്ടായ തർക്കങ്ങളെ തുടർന്ന് അദ്ദേഹം സംഘടനയിൽ വിട്ടുനിന്നു. അതിന് പിന്നാലെ ഇപ്പോഴാണ് അദ്ദേഹം സംഘടനയിൽ എത്തിയത്. ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.